അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ കണ്ണു മുമ്പിൽ ജീവിക്കുന്ന ജീവികളിലെ ചില അത്ഭുതങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ വിവരിച്ചത്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ അവൻ്റെ ചില അവസ്ഥകൾ വിവരിക്കുന്നു. മനുഷ്യൻ്റെ പ്രായത്തിൻ്റെ വിവിധ അവസ്ഥകളെയാണ് ഈ ആയത്ത് പറയുന്നത്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ അതിനെ വിഭജിച്ചിരിക്കുകയാണ്. ഇതിൽ ആദ്യഘട്ടം വളർച്ചയുടേതാണ്. ആ അവസ്ഥയിൽ, അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ നിസ്സഹായാവസ്ഥയിലാണ് അവൻ ജനിച്ചു വീഴുന്നത്. അവിടെ നിന്ന് പിന്നെ കൗമാരത്തിലേക്കും അവിടെ നിന്ന് യൗവനത്തിലേക്കും മനുഷ്യൻ വളരുന്നു. യൗവനം പൂർത്തിയാവുന്നതോടെ മനുഷ്യൻ്റെ വളർച്ച നിലക്കുന്നു, പകരം തളർച്ച തുടങ്ങുന്നു. എത്രത്തോളം എന്നാൽ അവൻ ജീവിതം തുടങ്ങിയെടുത്ത് തന്നെ, അഥവാ ഒന്നുമറിയാത്ത അവസ്ഥയിൽ നിന്ന് തുടങ്ങി പലതും അറിഞ്ഞ ശേഷം ഒന്നുമറിയാത്ത അവസ്ഥയിൽ തന്നെ തിരിച്ചെത്തുന്നു. ജീവിതത്തിൽ ഈ വളർച്ച തളർച്ചകളിൽ നിന്ന് മനുഷ്യൻ പാഠം പഠിക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അതായത് യൗവനകാലത്ത് മറ്റുള്ളവരെ ശരീരശാസ്ത്രം പഠിപ്പിച്ച മനുഷ്യന് അവന് വയസ്സായാൽ അവന് സ്വന്തം ശരീരത്തിൻ്റെ കാര്യങ്ങൾ പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് അവനെത്തുന്നു. ഇനി ഇതിന് ശേഷം അവനൊരു ജീവിതമുണ്ട്. അതിലേക്ക് വേണ്ടി അവൻ ഒരുങ്ങേണ്ടതാണ്. ഈ വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും കാലത്ത് അവൻ ശ്രമിക്കേണ്ടത് നാളെ പരലോകത്ത് അവൻ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി, ആ ലോകമാണല്ലോ യഥാർത്ഥത്തിൽ കാലാകാലമുള്ള ജീവിതം, ഈ ലോകം. ചിലപ്പം ചോദിക്കും, ഏതാണ് ഈ കാലം? അത് അവിശ്വാസികൾക്ക് മാത്രമാണോ, വിശ്വാസികൾക്കും ബാധകമാണോ? അതായത് അങ്ങേയറ്റം വാർദ്ധക്യത്തിൽ എത്തുന്ന ആ അവസ്ഥ ഇതെല്ലാവരെയും ബാധിക്കും. അർദലുൽ ഉംർ എന്ന് ആണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ദീർഘായുസ് എന്നാണ്. ഇതിനെപ്പറ്റി പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വാർദ്ധക്യത്തിൽ വരുന്ന മറവി രോഗമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതോടെ മനുഷ്യന് ഓർമ്മയും വിശേഷബുദ്ധിയും നശിക്കും. ഇങ്ങനെ ബുദ്ധി നീങ്ങിപ്പോകുന്നതിനാലാണ് മനുഷ്യനെ അല്ലാഹു ഈ പ്രായത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് ഖുർആൻ പറയുന്നത്. എന്നാൽ യഥാർത്ഥ മുസ്ലിങ്ങളെ അല്ലാഹു ഈ പ്രായത്തിലേക്ക് തള്ളിവിടുകയില്ലെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പ്രായാധിക്യം കൊണ്ട് മുസ്ലിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള ആദരവല്ലാതെ വർദ്ധിക്കുകയില്ല. അതിനാൽ അവനെ തള്ളിവിട്ട് എന്ന് ഒരു മുസ്ലിമിനെ പറ്റി പറയാനും കഴിയില്ല. വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ അധമരിൽ അധമരാക്കുക ഇല്ല എന്നാണല്ലോ പരിശുദ്ധ ഖുർആനിൽ ഒത്തീനി വസൈത്തൂൻ എന്ന ആ സൂറത്തിൽ പറയുന്നത്. മഹാനായി ഇക്രിമ പറയുകയുണ്ടായി, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഈ അകാല വാർദ്ധക്യത്തിലേക്ക് തള്ളുകയില്ല എന്ന് പറയുകയുണ്ട്. നാം മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ്, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനുമാണ് എന്ന്.
അതായത് തൻ്റെ ഇഷ്ടക്കാരെയും തൻ്റെ ശത്രുക്കളെയും എന്ത് ചെയ്യണമെന്ന് അള്ളാഹുവിന് അറിയാം. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.